ശപിക്കുവാൻ, ദൈവമക്കളെ ശപിക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയവനെ കൊണ്ട് അനുഗ്രഹിപ്പിച്ചിട്ട് പറഞ്ഞയച്ച ദൈവമാണ് നമ്മുടെ ദൈവം. നാം സേവിക്കുന്ന ദൈവം നമുക്കെതിരെയുള്ള ശാപങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ദൂത്, നിങ്ങൾക്കെതിരെ ശാപവാക്കുകൾ ഉച്ചരിക്കുന്ന, നിങ്ങളെ തകർക്കുവാനായി ഗൂഢതന്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ അവർ ഉണ്ടാക്കുന്ന സകല തന്ത്രങ്ങളും പരാജയപ്പെടും. ദൈവം നിങ്ങളെ ഇരട്ടിയായി അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ആമേൻ. ഇസ്രായേൽ ജനത്തെ ശപിക്കാനായിട്ടാണ് മോവാബ് രാജാവായ ബാലാക്ക് ബിലയാം എന്ന് പറയുന്ന അക്കാലത്തെ കുപ്രസിദ്ധ മന്ത്രവാദിയെ വിളിച്ചുകൊണ്ട് വരികയാണ്. മെസൊപ്പൊട്ടോമിയയിൽ നിന്ന്, ഇറാഖിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു. പക്ഷെ അദ്ദേഹം ശപിക്കാനാകുന്നത്ര നോക്കിയിട്ടും ജനത്തെ ശപിക്കാൻ പറ്റുന്നില്ല. മറിച്ച് ശാപത്തിന് പകരം അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് അനുഗ്രഹമാണ് വന്നത്. ദൈവം അദ്ദേഹത്തിന്റെ നാവിനെ തിരിച്ചു. ഹല്ലേലൂയ. അദ്ദേഹം പറയുകയാണ്, എനിക്ക് ശപിക്കാനാണ് ഞാൻ വന്നത്, പക്ഷേ അനുഗ്രഹിക്കാനാണ് എൻ്റെ നാവിൽ ശബ്ദം വരുന്നത്. ദൈവം ഇവരെ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്കത് മറിച്ചുകൂടാ. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എനിക്ക് മറിക്കാൻ പറ്റാത്ത രീതിയിൽ. 23-ാം അധ്യായത്തിന്റെ 9-10 വാക്യത്തിൽ എനിക്ക് മറിക്കാൻ പറ്റുകയില്ല. 20-ാം വാക്യത്തിൽ അവരെ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ജനത്തെ, തൻ്റെ സ്വന്തം ജനത്തെ ശപിക്കാൻ വരുന്നവർ, അവർ ശപിച്ചോട്ടെ ചിലപ്പോൾ ദൈവം പറയും. ചിലയിടത്തൊക്കെ ദൈവം ശപിക്കാനായിട്ട് ചിലരൊക്കെ ശാപവാക്ക് പറയും കേട്ടോ. ഈ ഇയ്യോബിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു, വളരെയധികം കഷ്ടതയിലൂടെ കടന്നു പോകാൻ ദൈവം അനുവദിച്ചു. അപ്പൊ ദൈവം ചിലപ്പോൾ അനുവദിക്കുകയും ചെയ്യും. പക്ഷെ ആ അനുവദിക്കുമ്പോൾ തന്നെ അതിനകത്ത് മറഞ്ഞിരിക്കുന്ന മറ്റൊരു സത്യമുണ്ട്, ഒരു തത്വമുണ്ട്. ചിലരെ കൊണ്ടൊക്കെ പരിശോധിപ്പിക്കുകയും കഷ്ടതയെ കൂടെ കടത്തിവിടുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് ചോദിച്ചാൽ, ആ കടന്നു പോകുന്ന ശോധനയിൽ കൂടെ കടന്നു പോകുന്നവരെ ഇരട്ടി അനുഗ്രഹിക്കുക എന്നുള്ളതാണ്, ഇരട്ടി മാനിക്കുക എന്നുള്ളതാണ്. അപ്പൊ എൻ്റെ ദാസൻ, എൻ്റെ ദാസി കൂടുതൽ കഷ്ടതയും വേദനയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഞാനൊരു വാഗ്ദാനം വെച്ചിട്ടുണ്ട്, അവരെ ഇരട്ടി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അപ്പൊ ശപിക്കാൻ വരുന്നവനെ അനുഗ്രഹിപ്പിച്ചിട്ട് പറഞ്ഞു വിടുന്ന ദൈവം തന്നെ ചിലപ്പോൾ ചില ക്ലേശങ്ങളിലൂടെ നമ്മളെ കടത്തിവിടാറുമുണ്ട്. അടുത്ത മേഖലയാണ്. ആ മേഖലയ്ക്കകത്ത് നമുക്ക് പരാജയമല്ല, നഷ്ടമല്ല വരുന്നത്. അല്പകാലത്തേക്ക് എന്താ പറയുന്നത്, ശോധനകൾ വരുമെങ്കിലും ഇരട്ടിയായി അനുഗ്രഹിച്ചു. ഇയ്യോബിനെ പരിശോധിക്കാനായി ദൈവം അനുവദിക്കുക, പിശാചിനെ അനുവദിക്കുക, സാത്താനെ അനുവദിക്കുക. പക്ഷെ ദൈവത്തിന്റെ മനസ്സിനകത്തൊരു പ്ലാൻ ഉണ്ട്. അത് ഇയ്യോബിന് പോലും അറിയില്ല, പിശാചിനും അറിയില്ല. അവനെ ഇരട്ടിയായി അനുഗ്രഹിക്കുക, മുമ്പത്തെക്കാൾ ഇരട്ടിയായി അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നൊരു വാക്യമുണ്ട്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തനാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 13-ാം വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴി ഉണ്ടാക്കി തരും. ഹല്ലേലൂയ. അതെ, നിങ്ങളുടെ അവകാശങ്ങളെ, നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ശാപം കൊണ്ട് നശിപ്പിച്ചു കളയാൻ ആരൊക്കെ ഇറങ്ങിയാലും അത് നശിക്കില്ല, നഷ്ടമാകില്ല. ദൈവം നിങ്ങളുടെ ഓഹരിയെ, അവകാശങ്ങളെ പരിപാലിക്കും. ഹല്ലേലൂയ. അത് പുരാഗി നശിപ്പിക്കാൻ, ശപിച്ച് നശിപ്പിക്കാൻ, ദുർവർത്തമാനങ്ങൾ പറഞ്ഞു, അവിഖ്യാതികൾ പറഞ്ഞുണ്ടാക്കിയൊക്കെ നിങ്ങളുടെ നന്മകളെ മുടക്കാൻ നോക്കുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അവസാനം അല്ല. അത് കുറച്ച് നാളത്തെ, ചിലപ്പോൾ ദൈവം ആദ്യമേ തള്ളിക്കളയും, രണ്ടാമത് ചില കാലത്തേക്ക് ദൈവം അനുവദിക്കുന്നുണ്ട്. യോസേഫൊക്കെ എത്ര നാൾ ദൈവം അനുവദിച്ച കൂടുതലുള്ളവരാ. ദൈവം അനുവദിച്ചു, യോസേഫ് അങ്ങ് നിന്റെ പേരിൽ കുറെ നാൾ ഒരു ദുർവർത്തമാനം കിടക്കട്ടെ, കുറെ നാൾ കിടക്കട്ടെ. യോസേഫ് പറയുന്നില്ല, പക്ഷെ ദൈവം അനുവദിക്കുക. പക്ഷെ അതാണ് ആ നാട്ടിൽ അവനെ വലിയവനാക്കി മാറ്റിയത്. അപ്പൊ ദൈവം സ്പെഷ്യലായി കണ്ട ആളുകളെയും വലിയവരാക്കാതിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെയൊക്കെ ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടത്തിവിടും. അവർ തെറ്റ് ചെയ്യാതിരുന്നിട്ടും അല്ലേ? യേശുവിനെ അങ്ങനെയല്ല ദൈവം കടത്തിവിട്ടത്. യേശുവിനെ അങ്ങനെ കടത്തിവിട്ടു. അങ്ങനെ തൻ്റെ ഭക്തന്മാരെ ദൈവം അങ്ങനെ കടത്തിവിടും, അവർ ചെയ്യാത്ത കുറ്റത്തിന്. ഇപ്പൊ യേശു മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായത്തിലെ ഗിരിപ്രഭാഷണത്തില് തുടക്കവാക്യങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ, നിങ്ങളെക്കുറിച്ച് എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും ദുഷിക്കുകയും ചെയ്യും, നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും, മോശമായ കാര്യങ്ങളായിട്ട് കളവായിട്ട് പറയുക, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. ഹല്ലേലൂയ. പ്രവാചകന്മാരെയൊക്കെ അവർ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് നഷ്ടമാകുകയെന്നാണ് പറഞ്ഞത്. അത് നഷ്ടമല്ല. ഈ ദൂതിനകത്ത് മനസ്സിലാക്കുന്ന ദൈവം അതൊക്കെ ഇരട്ടിയായിട്ട് തരും.
അതെ, നിങ്ങളുടെ നന്മകളെ, നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ആരൊക്കെ അപഹരിക്കാൻ നോക്കിയാലും ദൈവം സമ്മതിക്കുകയില്ല. ഈ 125 സങ്കീർത്തനത്തിലെ വാക്യം ഇങ്ങനെ, 3-ാം വാക്യം, നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. ഹല്ലേലൂയ. കുറെ നാളൊക്കെ വെല്ലുവിളി ഉയർത്തിയൊക്കെ കയറി നിൽക്കും. സൻബല്ലത്തും തോബിയാവൊക്കെ പരിഹാസം പറഞ്ഞുകൊണ്ട് നെഹമ്യാവിനെ ഓടിക്കാൻ നോക്കി, ജനത്തെ അവന്റെ അടുത്ത് നിന്ന് അകറ്റാൻ നോക്കി, എന്തെല്ലാം നമ്മളെ നാട്ടിലുള്ള ഭാഷ പറഞ്ഞ പാര വെച്ച് നോക്കി, ആളുകളെ കൂടെ നിൽക്കുന്നവരെ നിരുത്സാഹപ്പെടുത്താനൊക്കെ നോക്കി. പക്ഷേ വിശ്വാസം ദൈവം അവനെ ഉറപ്പിച്ചു നിർത്തിയതായതുകൊണ്ട് ദൈവം അവനോട് കൂടെ ഇരുന്നു. പരാജയപ്പെടുത്താൻ നോക്കിയവർ പരാജയപ്പെട്ടു പോയി. ഹല്ലേലൂയ. ഉറച്ചു നിൽക്കുക, കർത്താവിന്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുക, കർത്താവിനോട് പറ്റി നിൽക്കുക, കർത്താവിന്റെ വാക്കുകളെ മുറുകെ പിടിക്കുക. ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ആമേൻ. നെഹമ്യാവ് തന്റെ പുസ്തകത്തിൽ 2:20 എഴുതി പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും, ഞങ്ങൾ ഓടിപ്പോകുകയില്ല. എന്നെ പോലെ ഒരുത്തൻ ഓടിപ്പോകുമോ? ഹല്ലേലൂയ. ഓടിച്ചു കളയാൻ നോക്കും, ഓടിപ്പോകരുത്. എന്തിനു ഞാൻ ഓടണം? എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇപ്പൊ ഓടിപ്പോകുന്നത് നല്ലതെന്ന് എന്താ പറയുന്നത്, ഒരു പുരോഹിതനാ പറഞ്ഞത്. ശമയ്യ പറഞ്ഞു, ഓടിക്കൂ, രക്ഷപ്പെട്ടു, ഓടിയാൽ എവിടെ വരെ ഓടും? അല്ല, ദൈവം അനുകൂലമായവൻ ഓടണ്ട. ദൈവം പ്രതികൂലമായാൽ ഓടിയാലും രക്ഷയില്ല. ആമേൻ. മനസ്സിലായല്ലോ? ദൈവം പ്രതികൂലമായിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ ഓടിയാലും രക്ഷയില്ല. ദൈവം അനുകൂലമായവൻ എവിടെ നിന്നാലും ദൈവം അവനെ സംരക്ഷിച്ചോളും. നീ ഓടേണ്ട വരികയില്ല. ഹല്ലേലൂയ. ദൈവം ഒരിക്കലും ഓടിക്കോളാൻ പറയത്തില്ല. ദൈവം ഒരിക്കലും നീ സ്ഥലം മാറിക്കോ, ഇവിടെ വിട്ടോ, ഈ വീട് ശരിയല്ല, ഈ ദിശ ശരിയല്ല എന്നൊന്നും ദൈവം പറയല. ദൈവം പറയുന്നത്, നീ നിൽക്കുന്നത് സാത്താന്റെ സിംഹാസനം ഉള്ളിടത്താണ് നീ താമസിക്കുന്നത്. അതുകൊണ്ട് നിന്നെ തൊടാൻ ഒരു ശക്തിക്കും പറ്റുകയില്ല. ഹല്ലേലൂയ. പെർഗമോസിലെ സഭയുടെ ദൂതന് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ പറഞ്ഞത്, നീ താമസിക്കുന്നത് സാത്താന്റെ സിംഹാസനം ഉള്ളിടത്താണ് നീ നിന്റെ സഭ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്തും നിൽക്കാം, ദൈവം നിർത്തും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ മക്കൾ ഓടിപ്പോകുന്നവരല്ല, ഓടിപ്പോകണ്ട. ഓടിക്കാൻ വരുന്നവരെ ദൈവം മാറ്റിക്കോളും. ഈ ഗിദെയോന്റെ നന്മകളെയൊക്കെ, ഇസ്രായേലിന്റെ നന്മകളെയൊക്കെ അപഹരിക്കാനായിട്ട് മിദ്യാന്യർ ഒത്തിരി പണിപ്പെട്ടു, ഒത്തിരി പ്രവർത്തിച്ചു, ഭയപ്പെടുത്തി, ഓടിച്ച് ഇസ്രായേൽ ജനത്തെ പർവ്വതങ്ങളെ കയറ്റി, അവരുടെ കൃഷി നന്മയെല്ലാം അപഹരിച്ചുകൊണ്ട് പോയി, അവരുടെ ആടുപാടുകളേക്ക് അപഹരിച്ചുകൊണ്ട് പോയി, അവരുടെ വിളകളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അവർ കൊയ്യാൻ പാകമായ അവരുടെ ഫലങ്ങളെയൊക്കെ അവർ കൊയ്തുകൊണ്ട് പോയി. പക്ഷേ ഗിദെയോന് ഒരു തീരുമാനം, എൻ്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ വിട്ടുകൊടുക്കുകയില്ല. അവര് ആ തീരുമാനം എടുത്തപ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്, തീരുമാനമെടുത്തപ്പോൾ ദൈവം പറഞ്ഞു, നീ വാ, നീ ഈ ബലത്തോടെ പോ, യഹോവ നിന്നോട് കൂടെയുണ്ട്, നീ പരാക്രമശാലിയാ. അവനെ കൊണ്ട് ദൈവം നേടിയെടുപ്പിച്ചു. ആമേൻ. വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയാൻ ഉറപ്പുള്ളവനെയാണ് ദൈവം നിർത്തുന്നതും. ദൈവം എൻ്റെ കയ്യിൽ മടക്കി കൊടുക്കും, നന്മകൾ മടക്കി കൊടുക്കും. അതെ, നിങ്ങളുടെ നന്മകൾ നഷ്ടമാകില്ല, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നഷ്ടമാകില്ല. ചിലപ്പോൾ ജോലി മേഖലയിൽ നിന്നോ, പഠന മേഖലയിൽ നിന്നോ, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നോ, എന്താ പറയുക, സമുദായത്തിൽ നിന്നോ, സഭകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെടുന്ന അനുഭവം ഉണ്ടാകാം. യേശുക്രിസ്തുവിന്റെ നാമം നിമിത്തം, നിങ്ങൾ ഈ കർത്താവിന്റെ സത്യവചനം പ്രമാണിക്കുന്ന നിമിത്തം. ഹല്ലേലൂയ. അതൊരു അംഗീകാരമായി നിങ്ങൾ സ്വീകരിച്ചോ, ആ കാര്യത്തിൽ ദൈവം നീതിയോട് ഉത്തരമരുളും. ആമേൻ. നിന്റെ ദൈവമാണ് നിന്റെ ഓഹരി എന്ന് ദൈവം മനസ്സിലാക്കി തരും. ആ ഓഹരിയുടെ വലുപ്പം വന്നത് മറ്റുള്ളവർ ദൈവം മനസ്സിലാക്കി കൊടുക്കും. ഹല്ലേലൂയ. അതെ, നമ്മുടെ ദൈവം നമ്മുടെ ഓഹരിയാണ്. നമ്മുടെ നന്മ ആരും അപഹരിക്കുകയില്ല. നമ്മുടെ അവകാശങ്ങളെ ആരുടെ ശാപം കൊണ്ടും തകർക്കാൻ പറ്റുകയില്ല. ദൈവം ഉറപ്പിച്ചു തരും. ഞാൻ പ്രവചനാത്മാവിൽ കർത്താവ് തരുന്ന ദൂത് പറയാം, നിങ്ങളുടെ ഓഹരിയെ, നിങ്ങളുടെ അവകാശങ്ങളെ ഒരു ശത്രു അപഹരിക്കാൻ ദൈവം സമ്മതിക്കില്ല. നിങ്ങൾ ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ വിശ്വാസത്തോടെ നിൽക്കുക, ഉറച്ചു നിൽക്കുക. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവെ, പല മേഖലയിൽ നിന്നും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവര്, നന്മകൾ കർത്താവെ അപഹരിച്ചുകൊണ്ട് പോകുന്ന ശത്രുക്കൾ, പലപ്പോഴായി പരിശോധനകൾ കടന്നു വന്ന് എല്ലാം തകിടമറിയുകയാണോ എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങൾ, എന്നാൽ അതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാക്കുന്ന ദൈവം, അതൊക്കെ കർത്താവ് ഇരട്ടിയാക്കി തരാൻ കഴിയുന്ന ദൈവം ഈ മക്കളെ ധൈര്യപ്പെടുത്തി ഉറപ്പിച്ചു നിർത്തേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടെ നിന്ന് മാറി നിൽക്കുന്നവനല്ല. കാരാഗൃഹത്തിൽ യോസേഫിനോട് കർത്താവ് കൂടെ ഇരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ, അവനായിരുന്ന ഈ സ്ഥലത്ത് കർത്താവ് ഇരുന്നത് പോലെ ഈ മക്കൾ അനുഭവിക്കുന്ന ആ ഒറ്റപ്പെടലിന്റെ അനുഭവത്തിലും കർത്താവ് കൂടെ ഇരിക്കുന്നതിനായി നന്ദി. ആലോചന നൽകണമേ, ധൈര്യത്തോടെ നിർത്തി തക്ക സമയമാകുമ്പോൾ മക്കളെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.
കർത്താവ് കൈയിടുകയില്ല. കർത്താവ് നിങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കും. സമയമാകുമ്പോൾ ദൈവം നിങ്ങൾക്ക് ഉയർച്ച തരും. വിശ്വസിക്കുക, കർത്താവ് യേശു കൂടെയുണ്ട്. യേശു കൂടെയുണ്ട്. ഈ സന്ദേശം നിങ്ങൾ കുറെ പേർക്ക് പങ്കുവയ്ക്കുമല്ലോ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ലവ്ലി ഡേ.